ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ഫീൽഡ് സ്റ്റഡീസിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു ഹിസ്റ്റോറിക്കൽ പ്ലേസിൽ പോകണം. അപ്പം ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എറണാകുളത്തെ സാന്റാക്രൂസ് ചർച്ചും വേറെ ഏതോ ഒരു പ്ലേസും ഉണ്ടായിരുന്നു. റൂംമേറ്റ്സിൻ്റെ 3 പേരുടെ വീടും എറണാകുളത്താണ്. അപ്പം ഞങ്ങൾ 6 പേരായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഒരു ടീമിൽ 3 പേര്, ഒരു ടീമിൽ 3 പേര്, അങ്ങനെ 2 പ്ലേസിൽ വെച്ചിട്ട് പോകണം. അങ്ങനെ നമ്മൾ രാവിലെ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി. നമുക്ക് 2 ദിവസം കോളേജിൽ നിന്ന് ലീവ് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കി 2 ദിവസം ഹോളിഡേയ്സ് ആയിരുന്നു, സാറ്റർഡേ സൺഡേ. അങ്ങനെ നമ്മൾ ഇവിടുന്ന് തേഴ്സ്ഡേ രാവിലെ ട്രെയിനിൽ പോയി ഒരു ഉച്ചയൊക്കെ എത്തിയപ്പോൾ അവിടെ എത്തി. എന്നിട്ട് നമ്മൾ അവിടുന്ന് ഫോർട്ട് കൊച്ചി പോയി, ചർച്ചിൽ പോയിട്ട് അവിടുത്തെ കുറേ മോട്ടീവൊക്കെ നമുക്ക് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കണമായിരുന്നു. നമ്മളിപ്പോൾ പെർസ്പെക്റ്റീവ് ഡ്രോയിങ് പഠിപ്പിച്ചിട്ടില്ല, അത് കാരണം നമുക്ക് വരയ്ക്കേണ്ടി വന്നില്ല. ഇല്ലെങ്കിൽ അവിടെ നമ്മുടെ സീനിയേഴ്സൊക്കെ അവിടെ ഇരുന്ന് സ്കെച്ച് ചെയ്തിട്ടായിരുന്നു തോന്നുന്നു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് നമ്മുടെ പെർസ്പെക്റ്റീവ് ഇതുവരെ എടുത്തിട്ടില്ല, അതുകൊണ്ട് അങ്ങനെ ചെയ്യേണ്ടി വന്നില്ല. നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് കുറേ വീഡിയോസൊക്കെ നമ്മുടെ എടുത്ത് എന്നിട്ട് അവിടുന്ന് തിരിച്ച് ഫോട്ടോ കൊച്ചിയിലോട്ട് പോയി. അവിടുന്ന് ജങ്കാറ കയറി. അവിടെ നിന്ന് തന്നെ ഫോട്ടോ കൊച്ചിയിൽ നിന്ന് തന്നെ ഫുഡ് കഴിച്ചിട്ട് ജങ്കാറ കയറി തിരിച്ച് വൈപ്പിനിലെത്തി. അവിടുന്ന് നമ്മൾ സ്റ്റുഡിയോയിൽ പോയി. പിന്നെയും ഷേക്കോ കുടിച്ച് എന്നിട്ട് നമ്മൾ തിരിച്ച് വീണ്ടും വീട്ടിൽ പോയി. അവിടുന്ന് ഫുഡ് കഴിച്ചു. അപ്പോഴത്തേക്ക് പിന്നെ അന്നത്തെ ദിവസം എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം അവരെനിക്ക് സർപ്രൈസായിട്ട് കേക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും മുറിച്ച് എന്നിട്ട് പിറ്റേന്ന് പോകേണ്ട സ്ഥലമൊക്കെ പ്ലാൻ ചെയ്ത് നൈറ്റായി. എന്നിട്ട് നമ്മളെല്ലാം കിടന്ന് ഉറങ്ങി. നെക്സ്റ്റ് ഡേ നമുക്ക് ജ്യൂസ് സ്ട്രീറ്റിലായിരുന്നു പോകണ്ടായിരുന്നത്. നമ്മൾ രാവിലെ അല്ല, ഉച്ചയ്ക്ക് എണീറ്റ് റെഡിയായി മേക്കപ്പൊക്കെ ഇട്ട് നമ്മൾ പോയി. അവിടെ എത്തി, കുറേ വഴി തെറ്റി, കുറേ കറങ്ങി നടന്നു. എന്നിട്ട് നമ്മൾ കറക്റ്റ് സ്പോട്ടിലെത്തി. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ കുറേ വീഡിയോസ്, ഫോട്ടോസ്, റീൽസൊക്കെ എടുത്തു. എന്നിട്ട് അവിടെ കുറേ കടയൊക്കെ ഉണ്ടായിരുന്നു. നമ്മളൊന്നും വാങ്ങിച്ചിട്ടില്ല, പക്ഷേ എല്ലായിടത്തും കയറി കുറേ കാര്യമൊക്കെ നോക്കി. എനിക്ക് തോന്നുന്നു കൂടുതലും ഫോറിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസാണ് അവിടെ കണ്ടത്. ഹലോ ഗായ്സ്, ഇതാണ് നികിത പ്രദീപ്. പിന്നെ ഇപ്പം ഞാൻ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ കാരണം ഇവിടെ അനാമേഘ നാണമാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പം ഞാൻ ബാക്കി പറയാം. അതായത് നമ്മളിവിടെ തേരാപ്പാര നടക്കുന്നതാണ്. ഇങ്ങനെ ഒരു സാധനങ്ങൾ ഇങ്ങനെ നോക്കും, വില അറിയും, നമ്മൾ തിരിച്ച് വെക്കും, പിന്നെയും നടക്കും. അവിടെ പോയി കുറേ ഫോട്ടോ എടുത്തെന്നല്ലാണ്ട് വേറെ ഒന്നും നടന്നിട്ടില്ല. ഇവിടെ എല്ലാം ഒടുക്കത്തെ വിലയാണ്. അതിന് ശേഷം ഇത് മൊത്തം അയ്യോ, ഇവളിതിൻ്റെ മാത്രം വീഡിയോ എടുത്തിട്ടുള്ളൂ. ഇങ്ങനെ വീഡിയോ എടുത്തൊന്നല്ലാണ്ട് വേറെ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. അവിടെ നിന്ന് പോയിട്ട് അവിടെ ഒരു ടോപ്പിന് തന്നെ 500 രൂപയാണ്. കത്തി വില ഒന്നുമില്ല ഇതൊന്നും. ഇതൊക്കെ മതി. ഒടുക്കത്തെ വെയിലായിരുന്നു അവിടെ. കുറേ സൺകിസ്റ്റ് ഫോട്ടോ കിട്ടി. വേറെ ഒന്നുമില്ല. ഈ സ്ഥലം കേട്ടോ എന്നിട്ട് ഞാൻ പറയും. ഇത് ഞങ്ങൾ പോയിട്ട് എനിക്ക് തോന്നുന്നു 2-3 ആഴ്ചയായെന്ന് തോന്നുന്നു ഞാൻ ഈ വോയിസ് ഓവർ ഇപ്പോഴത്തെ ഇത് കൊടുക്കുന്നത്. കാരണം അന്ന് കൊടുത്തപ്പോൾ എനിക്ക് ഫസ്റ്റ് ഈ വോയിസും എൻ്റെ ആദ്യത്തെ വോയിസും കേട്ടാൽ മനസ്സിലാവും. സൗണ്ടിന് വ്യത്യാസം കാണുമെന്ന് തോന്നുന്നു, ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ഞാൻ പിന്നെ എൻ്റെ ഫ്രണ്ട് കൊടുത്ത അവൾ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ കൺഫ്യൂഷനായി. വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഞാൻ എന്നൊക്കെ ഇങ്ങനെ സ്റ്റക്ക് ഇങ്ങനെ ഇരിക്കും. അപ്പം ഞാൻ വിചാരിച്ചു അവൾ സംസാരിച്ചെല്ലാം ഓക്കെ ആക്കുമെന്ന്. പക്ഷെ നടന്നില്ല. ഇതിനൊക്കെ എന്ത് വോയിസ് ഓവർ കൊടുക്കണമെന്ന് എനിക്കറിയത്തില്ല. മിണ്ടാതിരുന്നാൽ മതിയെന്ന് തോന്നുന്നു. പക്ഷെ എന്നാലും ഞാൻ വോയിസ് ഓവർ കൊടുക്കും. കാരണം കൊടുത്തില്ലെങ്കിൽ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകത്തില്ല. നമ്മളൊരു ഉച്ചയ്ക്ക് എത്തിയപ്പോൾ ജ്യൂസ് സ്ട്രീറ്റിലെത്തി. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അവിടെ ഏതോ ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ് കഴിച്ച് ബിരിയാണി കഴിച്ചു. പിന്നെ വീണ്ടും വാട്ടർ മെട്രോയുടെ അടുത്തോട്ട് വന്ന് മട്ടാഞ്ചേരി വാട്ടർ മെട്രോ നമ്മൾ കയറി. പക്ഷെ നമുക്ക് വാട്ടർ മെട്രോയിൽ കയറാൻ പറ്റിയതില്ല. അവിടെ നമുക്ക് വേണ്ട സ്റ്റോപ്പിലോട്ട് ഇല്ലായിരുന്നു. അങ്ങനെ നമ്മളവിടെ കയറി അവരുടെ അടുത്ത് ചോദിച്ച് പ്ലിങ്ങായി തിരിച്ചിറങ്ങി. എന്നിട്ട് വീണ്ടും നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ വന്നിട്ട് അവിടുന്ന് കരിക്കൊക്കെ വാങ്ങിച്ച് കുടിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു പോയി. പിന്നെ ഡേ 3 ആണ് ഇത്. 3ാമത്തെ ദിവസം നമ്മൾ പോയത് ഹിൽ പാലസിലോട്ടായിരുന്നു. അത് ഫീൽഡ് സ്റ്റഡീസിൻ്റെ ഭാഗമായിട്ടായിരുന്നു. നമ്മൾ ഫസ്റ്റ് വന്ന ദിവസവും ഫീൽഡ് സ്റ്റഡീസിന് വേണ്ടിയിട്ട് ചർച്ചിലും പോയി. ഇന്നത്തെ ദിവസവും നമ്മൾ ഫീൽഡ് സ്റ്റഡീസിന് വേണ്ടിയിട്ടാണ് വന്നത്. ജ്യൂസ് സ്ട്രീറ്റിൽ പോയത് മാത്രമേ ഉള്ളൂ നമ്മളല്ലാതെ കറങ്ങാനായിട്ട് ഇറങ്ങിയത്. പക്ഷെ നമ്മളെല്ലാവരും ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലാം സെയിം പോലെ തന്നെയാണ്, എല്ലാം എൻജോയ്മെൻ്റ് ആയിരുന്നു. ഇവിടെ വന്നപ്പോഴാണ് ഞാനൊരു കാര്യം അറിഞ്ഞത്, മണിച്ചിത്രത്താഴ് ഇവിടെ വെച്ചാൽ ഷൂട്ട് ചെയ്തതെന്ന്.
എനിക്കതിന് മുന്നേ വരെ ഒരു ഇതും ഇല്ലായിരുന്നു. ഞാൻ അതിൻ്റെ ഫ്രണ്ടിൽ നിന്നപ്പോൾ ഞാൻ അവിടുത്തെ മാവ് കണ്ടിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞ് മാവ് കണ്ട് നല്ല പരിചയമുണ്ടല്ലോ, ഇവിടെ വെച്ചിട്ട് എന്തെങ്കിലും ഷൂട്ടിംഗ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോന്ന്. അപ്പോൾ പറഞ്ഞ സിനിമ അവിടെ വെച്ചാൽ ഷൂട്ട് ചെയ്തതെന്ന്. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. പിന്നെ നമ്മൾ ഉച്ചക്കലത്തെ ഫുഡ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു. ആദിത്യയുടെ വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവന്നു, എന്നിട്ട് അവിടെ ഇരുന്ന് കഴിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും ഫിറ്റ് ചെക്ക്. അപ്പോൾ ഹുദ വീഴും. ഹുദ വീഴാത്ത ക്ലിപ്പ് എൻ്റെ കയ്യിലുണ്ട്, പക്ഷെ ഞാൻ വീഴുന്നത് ആഡാക്കി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും എറണാകുളം വന്ന് അപ്പോഴത്തേക്കും സാനിയുടെ വീട്ടിൽ പോയി. അവളുടെ വീട് തൃപ്പൂണിത്തറയാണ്. ഹിൽ പാലസ് അവിടെ നിന്ന് അടുത്തല്ലേ? അല്ല, ഹിൽ പാലസ് തൃപ്പൂണിത്തറയാണ്. അങ്ങനെ നമ്മൾ അവളെ അവിടെ വിട്ടിട്ട് നമ്മൾ തിരിച്ച് വീണ്ടും വന്നു. എന്നിട്ട് ബ്രോഡ്വേ പോയി. അവിടെ ഫുള്ള് ക്രിസ്മസിൻ്റെ സാധനങ്ങളൊക്കെ ആയിരുന്നു. കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു. നമ്മുടെ ഇവിടെ ഉള്ളതിനെക്കാട്ടിൽ എക്സ്ട്രാ നല്ല ഐറ്റംസ് ഒക്കെ കാണുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷം. പിന്നെ നമ്മൾ പെയിന്റ് വാങ്ങി, പോസ്റ്റർ കളേഴ്സ്, സ്കെച്ച് ബുക്കും ഷെയ്ഡിങ് പെൻസിലും ഒക്കെ വാങ്ങിക്കണമായിരുന്നു. അങ്ങനെ അതൊക്കെ അങ്ങനെ ഇത്രയും നല്ല സാധനമൊക്കെ കാണുമ്പോൾ എങ്ങനെയാ വീഡിയോ എടുക്കാതിരിക്കും. അത് കാരണം കുറേ വീഡിയോ എടുത്തിട്ടുണ്ട്. ക്രിസ്മസിൻ്റെ ഐറ്റംസ് ഫുള്ള് ക്രിസ്മസിൻ്റെ ഐറ്റംസ് ആയിരുന്നു. അങ്ങനെ നമ്മളതൊക്കെ വീഡിയോ എടുത്തു. വീട്ടിലെത്തിയപ്പോഴത്തേക്കും ലേറ്റായി. വീട്ടിലെത്തിയപ്പോഴത്തേക്കും കപ്പ ബിരിയാണി ഉണ്ടായിരുന്നു. ആദ്യയുടെ അമ്മ ഉണ്ടാക്കിയ കപ്പ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് നമ്മൾ വീണ്ടും കിടന്നുറങ്ങി. പിറ്റേന്ന് നമ്മൾ വന്നു. പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാൻ എൻ്റെ ഫോണിൽ സ്റ്റോറേജ് ഇല്ലായിരുന്നു. ഫുള്ള് ക്ഷീണിച്ച്. സത്യത്തിൽ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതും ഇപ്പോൾ ഈ വോയിസ് ഓവർ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതും കറക്റ്റ് ഒരു മാസം കഴിഞ്ഞിട്ടാണ്. കാരണം നവംബർ 20 ഞങ്ങൾ പോയത്. ഇപ്പോൾ ഡിസംബർ 26 ആയി. അപ്പോൾ മെയിനായിട്ട് വിഷയം എന്ന് വെച്ചാൽ എൻ്റെ ഫോണിലെ സ്റ്റോറേജ് ഫുള്ളാവും. പിന്നെ എനിക്ക് എൻ്റെ വോയിസ് കുറച്ച് എനിക്ക് ഇൻസെക്യൂരിറ്റി ആണ്. അപ്പം അതിന് വോയിസ് ഓവർ കൊടുക്കാനുള്ള മടി, വീഡിയോസൊന്നും കറക്റ്റ് രീതിയിൽ എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. കാരണം എനിക്ക് വീഡിയോ കുറച്ച് നന്നായിട്ട് എടുക്കണമെന്നുണ്ട്. പക്ഷേ എൻ്റെ ഫോണിൽ സ്റ്റോറേജ് ഫുള്ളാവും എന്നുള്ള പേടി കാരണം പെട്ടെന്നില്ല ഇങ്ങനെ ടെൻഷൻ അടിച്ച് പെട്ടെന്ന് എല്ലാം കവർ ചെയ്യണം എന്നുള്ള മൈൻഡ് വെച്ചിട്ട് എല്ലാം എടുക്കാം. അപ്പോഴത്തേക്ക് അത്ര അസ്തറ്റിക് ആയിട്ടുള്ള വീഡിയോസ് ഒന്നും കിട്ടാം. ഞാൻ ഈ വീഡിയോയിൽ എന്തൊക്കെയോ വലിച്ചു വാരി ആവശ്യമില്ലാത്തൊക്കെ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പിന്നെ മിസ്റ്റേക്കിൽ നിന്നാണല്ലോ നമ്മളെല്ലാം പഠിച്ചു വരുന്നത് എന്ന വിശ്വാസത്തിൽ എനിക്കിത് പോസ്റ്റ് ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഇത് സേവ് ചെയ്യാൻ ഉള്ള സ്പേസ് എൻ്റെ ഫോണിലില്ല. സേവ് ചെയ്യാൻ ഇന്ന് പറ്റിയാൽ ഞാൻ ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അത്രയുള്ള ഗായ്സ്. അല്ലാതെ എനിക്ക് എൻ്റെ ഫ്രണ്ട്സോ എൻ്റെ റിലേറ്റീവ്സോ എൻ്റെ അമ്മച്ചനൊന്നും അല്ലാതെ ആരെങ്കിലും ഈ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും. കാരണം എനിക്ക് എൻ്റെ മനസ്സ് പറയുന്നത് എൻ്റെ വീട്ടിൽ മാത്രമേ എൻ്റെ വീഡിയോ കാണുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഭയങ്കര എൻ്റെ സംഭവം പോലെ സംസാരിക്കുമ്പോൾ എനിക്ക് ക്രിഞ്ച് അടിക്കും. അതുകൊണ്ട് അങ്ങനെ അല്ലാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ആരെങ്കിലും അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ അറിയില്ല, കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ.